ഹലോ 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 നമസ്കാരം. എന്റെ ഫോട്ടോ നന്നായിട്ടല്ലേ കിട്ടിയേക്കുന്നത് ചേട്ടാ? ഞങ്ങൾ മനസ്സിലായി. ഞങ്ങൾ മറ്റേ ആ പയ്യനെ അടിച്ചു നോക്കി കൊല്ലാറാക്കി വിട്ടില്ലേ, അത് ഞങ്ങൾ തന്നെ. എന്തെങ്കിലും ടിപ്പ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഇവിടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ തരാം കേട്ടോ. ഞങ്ങൾ ജെയ്തി പോസ്റ്റ് എന്തെങ്കിലും മെസ്സേജ് വിട്ട് നിങ്ങളൊന്ന് കാണുന്നുണ്ട്. സെറ്റ് ചെയ്യാം, ഫോണിൽ വെച്ചൊന്ന് കാണാം. ഞങ്ങള് ജയിലിൽ പോയി ഒരു ടൂറൊക്കെ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും. ആരാ ഒരു എന്റർടൈൻമെന്റ് ആഗ്രഹിക്കാത്തത്? ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കുറച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ വന്നിട്ട് നമ്മളെ അറിയത്തില്ലേ, നമ്മളെ ഇൻസ്റ്റയിലൊക്കെ ഒന്ന് സെറ്റ് ആക്കി ഞങ്ങൾക്ക് വരാൻ വരാം. അടുത്ത അമ്മല് നിങ്ങളായിരിക്കും. അതെ, ഞാൻ കുറച്ച് പരിപാടി കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. പോയിട്ട് വരാം. ഹലോ ഗായ്സ്, അപ്പോൾ കാര്യം എന്താണെന്ന് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇൻ കേസ് മനസ്സിലാകാത്തവർക്ക് ഒരു ചെറിയ ഇതായിട്ട് ഞങ്ങൾ പറയാം, ഒരു ഔട്ട്ലൈൻ ആയിട്ട് പറയാം. ഈ കാണുന്ന ഈ കുട്ടിയില്ലേ, കുട്ടിന്ന് നമ്മളൊരു ബഹുമാനത്തോടെ വിളിക്കുന്നത്. ഈ കാണുന്ന ഇവളുടെ പേരാണ് ഷഫ്ന ഷുക്കൂർ. സംഭവം ഒന്നുമല്ല, ഈ പുള്ളിക്കാരി കുറച്ച് ദിവസമായിട്ട് ഒരു പയ്യനുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കണക്ട് ചെയ്യുമായിരുന്നു. കണക്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പയ്യനാണ് ഒരു ഭിന്നശേഷിക്കാരനാണ്, സംസാരിക്കാനോ കേൾവി ശക്തിയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഇവനുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മീറ്റൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് വിളിച്ച് വരുത്തി പയ്യനെ ആക്രമിച്ച് അടിച്ച് ശരിപ്പാക്കി. പയ്യനെ ആക്രമിച്ചെന്ന് പറയുമ്പോൾ ഇവള് തന്നെയല്ല, ഇവൾ ഇത്ര നാൾ ഈ സഫ്ന എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളുടെ കൂട്ടുകാരൻ എന്നാണ്, ഇവളുടെ ആൺസുഹൃത്ത് എന്നാണ് ന്യൂസ് ചാനലല്ല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവളുടെ ആൺസുഹൃത്തല്ല ഇത്. ഹസ്ബൻഡെന്നും പറയാൻ പറ്റത്തില്ല, കാമുകനെന്നും പറയാൻ പറ്റില്ല. കാരണം ഇവൾക്കൊരു കുട്ടിയുണ്ട്. ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ള തെളിവോ കാര്യങ്ങളൊന്നും നമുക്കില്ല. അപ്പം ഇവൻ നൈസായിട്ട് ഇവളുടെ സമ്മതത്തോടു കൂടി ഇവനെ വിളിച്ച് വരുത്തിയിട്ട് നൈസായിട്ട് ചെക്കനെ ഹണി ട്രാപ്പിലാക്കാനായിരുന്നു. അവനോട് പറഞ്ഞു ഇവളുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ. സ്വന്തം കാമുകിയാണോ ഭാര്യയാണോ ആ ഒരു ആളുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ പറയുന്നു. എന്നിട്ട് ആ നൈസായിട്ട് ഇവന് അത് ഷൂട്ട് ചെയ്തിട്ട് ഇവനെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി. എന്താണ് ലോകം. എന്നിട്ട് ചെക്കൻ നമ്മുടെ വിക്ടിം ഇത് വിസമ്മതിച്ചു. അപ്പോഴത്തേക്ക് ഇവനല്ലാതെ വേറെ കൂട്ടുകാരും കൂടെ ഉണ്ടെന്ന്. ഇവന്റെ പേര് അമ്മയിൽ നിന്നാണ്. ഇവന്റെ കൂടെ വേറെ 2 കൂട്ടുകാരും കൂടി ഇവനെ അടിച്ച് ശരിയാക്കി ഹോസ്പിറ്റലിലാക്കി. അപ്പം ഇതാണ് സംഭവം. ഇത് ഇങ്ങനത്തെ ഒരു കേസ് കണ്ടപ്പം എനിക്ക് ഏറ്റവും അത്ഭുതമായിരുന്നത് എന്താണെന്നറിയാം, ഇവരിപ്പോൾ അറസ്റ്റ് ചെയ്തു. ഈ സഫ്നേനെ ബാക്കി 3 ചെറുപ്പക്കാരെയും കൂടെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇത് മീഡിയ ചാനലിൽ ഇത് കവർ ചെയ്യാൻ വേണ്ടി പോയി. ഇത് കവർ ചെയ്യാൻ പോയപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളാണ് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നിയത്. അതെ, എന്റെ പൊന്നെ, അതായത് നല്ല ഫോട്ടോയാണ് കിട്ടിയത്. അതെ, അവള് സഫ്ന എന്ന് പറഞ്ഞാൽ അവള് മീഡിയക്കാർ ക്യാമറ അവളുടെ മുഖത്തേക്ക് വെച്ചപ്പോൾ അവള് ചോദിക്കും നല്ല ഫോട്ടോയാണോ കിട്ടിയത്. കൂടെ ഉള്ളവൻ ഒരു നടുവിരൽ വെച്ചൊരു നമസ്കാരവും മീഡിയ ചാനലിനെ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഈ നമസ്കാരം കാണിക്കുന്ന മീഡിയ ചാനലിനല്ല, ഇവിടുത്തെ അതായത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയാണ് അവൻ ഈ കളിയാക്കുന്നത്. കാരണം അവനറിയാം കൂടിപ്പോയി 2 ദിവസം ജയിലിടും, 3-ാമത്തെ ദിവസം പുറത്തിറങ്ങുന്നു. അവനൊരു ട്രിപ്പ് സുഖം, ഫുഡ് 3 നേരം സുഖമായിട്ട് ഇരിക്കാം. അവിടെ ചെയ്യുന്ന പണിയുടെ പൈസയൊക്കെ കൂട്ടിയത് നിങ്ങൾ അറിഞ്ഞായിരുന്നു. ഇപ്പം ഇവിടെ സാധാരണ ഒരു തൊഴിലാളി കഷ്ടപ്പെട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നേക്കാൾ സുഖം ജയിലിൽ പോയി കിടക്കാം. കാരണം എന്താ, നമുക്കിവിടെ PF കിട്ടുന്ന പോലെ അവിടെ 5-6 വർഷം ജയിലിൽ കിടന്നിറങ്ങുമ്പോൾ നല്ലൊരു തുക കൈ കിട്ടും. അവന് നോക്കുമ്പോൾ അവൻ കാശുകാരൻ. സത്യം പറഞ്ഞാൽ സങ്കടമാണ്, എനിക്ക് ദേഷ്യമാണ്. എന്താന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസം ഇവിടുത്തെ ക്രൈം കൂടിക്കൊണ്ടുവരും. അതെ, ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടിരുന്നു, ഒരു പുലി ആക്രമിക്കാൻ ചെന്നപ്പോ പുലിനെ കൊന്നു. ആക്രമിക്കാൻ ചെന്ന പുലിനെ കൊന്നു കേസ് കൊന്ന ആൾക്ക്. ഇൻ കേസ് ഇപ്പം അയാളെ പുലി കൊന്നെ പുലിനെ പിടിച്ച് ജയിലിടുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ കണ്ടിട്ട് പരിതാപകരം തോന്നി. എന്താ, കാരണം അവളുടെ മുഖത്തെ ചിരി കാണണം. സഫ്ന അവിടെ ജയിലിൽ കിടന്ന് ചിരിച്ച് കളിച്ച് ഏതാണ്ട് അവളേത് പിക്നിക്കിന് വന്നൊരു ഫീലാ. എനിക്ക് ആ ന്യൂസ് കണ്ടുകൊണ്ടിരുന്നപ്പം ഇവിടെ അവിടെ ഇങ്ങനെ ചിരിച്ച് കളിക്കുന്നു. അവന്മാരെ സെല്ലിൽ കിടത്തി അവന്മാരുമായിട്ട് സെല്ലിന് ഇപ്പുറത്തേക്ക് അവൾ സംസാരിക്കുന്നത് ചിരിക്കുന്ന പോലെ. കാരണം അവൾക്കറിയാം ഒരു പുല്ലും ഇവിടുത്തെ നിയമവ്യവസ്ഥ കൊണ്ടൊന്നൊരു പുല്ല് നടക്കാൻ പോകുന്നില്ല എന്നുള്ള വ്യക്തമായ ബോധമുള്ളതുകൊണ്ടാണ് ഇവളുമാർക്ക് ഇങ്ങനെ കാണിക്കുന്നത്. അവൻ്റെയൊക്കെ മുഖത്തേക്ക് ഒരു സന്തോഷം കാണണം. ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ അടിച്ചിടുന്നെന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് ഏതാണ്ടൊരു അവനെ കണ്ടു അടിച്ചിട്ടു വൈറൽ എന്നുള്ളൊരു സംഭവം മാത്രം. പിന്നെ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ എന്തോ ഇവൾ കുറെ അവന്മാര് കമന്റ് ചെയ്തിരിക്കുന്നു, ഇവൾ എൻ്റെ മനസ്സ് കവർന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം കമന്റ്സാ വന്നിരിക്കുന്നതൊക്കെ പറഞ്ഞാൽ ഇതുപോലെ. അതല്ല ഞാൻ ഓർക്കുന്നത് അതൊന്നും. ഇപ്പം ഈ ചെയ്ത പരിപാടി ഇവളൊരു ദുബായിലോ അല്ലെങ്കിൽ UAE സ്റ്റേറ്റ്സിൽ പോയി ചെയ്താൽ ഇവളിങ്ങനെ നെവർന്ന് നിന്ന് ഇമാതിരി ഡയലോഗ് അടിക്കുമോ അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് ചിരിച്ച് കളിക്കുമോ?
കോപ്പടി അവളെ മുട്ട് കളയാൻ പറയുന്നില്ല, അവളുടെ മുട്ടിടിക്കും. കാരണം അവിടെ ഇവര് ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അവനെ പിടിച്ചിടുമെന്നുള്ള പേടിയുണ്ട്. ഇവിടെ എന്ത് ചെയ്താലും ഓരോ ദിവസം വരുമ്പോൾ ഇവിടുത്തെ ക്രൈം റേറ്റും കാര്യങ്ങളും സ്റ്റാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും, അല്ലാതെ ഒരു ഇതുമില്ല, ഒരുത്തിനും പേടിയില്ല. കാരണം എന്ത് ചെയ്താലും ഇവിടെ പരമോന്നത ശിക്ഷ വിധിക്കുന്ന കോടതിയിൽ പോലും വധശിക്ഷ വിധിച്ചാൽ പോലും അതിൻ്റെ മുകളിൽ മേൽക്കോടതികളിൽ പോയി അതിൽ നിന്ന് ഊരിപ്പോകാന്നുള്ള ധാരണയുള്ളവരാണ് ഇവിടെ ഉള്ളവന്മാർക്കെല്ലാം. കാരണം അവർക്കറിയാം വധശിക്ഷ വിധിച്ചാൽ പോലും ഒരു കോപ്പില്ല. ഈ മറ്റേ നമ്മുടെ കഷായം രേഷ്മ വധശിക്ഷ വിളിച്ചു, അവള് ചിരിച്ചോണ്ട് ഇറങ്ങി പോന്നെ. എനിക്കിത്ര വധശിക്ഷയായിരുന്നു, ജീവപര്യന്തമല്ല വധശിക്ഷ വിധിച്ചവള്. എന്നിട്ട് അവള് ചിരിച്ചോണ്ട് ഇറങ്ങിപ്പോയി. കാരണം അവൾക്കറിയാം മേൽക്കോടതിയിൽ പോയാൽ ഇതൊക്കെ പൂട്ട പോലെ ഊരിപ്പോയിരുന്നു. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇവളെ കുറിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MDMA അതും ഇതൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് എറണാകുളത്തുള്ള ഒരു ഹോസ്റ്റലിൽ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിരുന്നു. അപ്പോൾ അവിടെയുള്ള കുറേ കുട്ടികളെ എന്താണ്, ഞാൻ ഇത് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുന്നു, അടിപൊളിയാണ്, അങ്ങനെയാണ്, പബ്ബിൽ വാ, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, കറങ്ങാൻ പോകാന്നൊക്കെ ഇവള് കുറേ ആൾക്കാരോട് പറഞ്ഞതായിട്ട് അവിടുത്തെ കുറച്ച് കുട്ടികളെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അതിന്റെ കേസുകൾ എന്തായാലും ചുരുളഴിഞ്ഞ് വരും. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും എന്ത് വന്നു ഇവളിപ്പോൾ ഇവരൊക്കെ ജയിലിൽ കിടന്നത് ഒരു കാര്യം, ഇവർ പുട്ടുപോലെ ഇറങ്ങി. ഇതേപോലെ സ്വാധീനവും കാര്യങ്ങളും ഇവർക്ക് കാണും ഒന്നാമതെ. കാരണം ഇവിടുത്തെ നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കാശുള്ളവൻ്റെ കൂടെ ഇതുള്ളൂ. ഇപ്പം ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ. ഇതിനകത്ത് വേറൊരു കേസ്, ഈ പ്രശ്നം നടന്നു. ഇതിന്റെ വിക്ടിമിന്റെ പേര് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഉള്ള ന്യൂസ് ചാനലിൽ മൊത്തം വിക്ടിമിന്റെ പേര് അല്ല കിടിലായിട്ട് ഇവൻ ഈ സ്വദേശി ഇത്രയും വയസ്സുള്ള ഇവൻ എന്ന് പറഞ്ഞാൽ അയാളുടെ പേരെടുത്ത് കാണിക്കുന്നു. ഇതൊരു സ്ത്രീക്കായിരുന്നു ഇവന്മാരെന്താ കാണിക്കുന്നത്. സ്ത്രീ ഇൻ കേസ് കുറ്റം ചെയ്താൽ പോലും പലയിടത്തും പ്രോപ്പർലി അവരുടെ പേര് പോലും പറയത്തില്ല. ഒരുമാതിരി മാപ്രകളുടെ എന്താ പറയണ്ടത്, ഒരുമാതിരി ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു പരിപാടി ഉണ്ടല്ലോ. ഇക്വാളിറ്റി എന്നൊക്കെ എല്ലാം വിളിച്ചു പറയാൻ ഭയങ്കര ആ വിക്ടിമിന്റെ പേര് പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആഘോഷിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആ പയ്യനെ ഇമാതിരി പരിപാടി ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് ഈ ചെയ്തവരുടെ കാര്യം പറഞ്ഞാൽ പറ്റും. ഇങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വദേശത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പറ്റും. എന്തിനാ അയാളുടെ വീടും നാടും ഡീറ്റെയിൽസ് ഒക്കെ വിളിച്ച് പറഞ്ഞാൽ അയാളുടെ നാട്ടിലും കൂടെ ഉള്ള വില കളയിപ്പിക്കുന്നത്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ വന്ന വേറൊരു കമന്റ് ഉണ്ട്, ഒരു വക്കീൽ ഇട്ടതാണ്. അതായത് ഈ ആളുണ്ടല്ലോ, അതായത് വിക്ടിം ആയിട്ടുള്ള വ്യക്തി ഈ പെണ്ണുമായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് ഹസ്ബൻഡ് കണ്ടിട്ട് വിളിച്ചു വരുത്തി അവർ അടി കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമന്റുകളൊക്കെ ഞാൻ കാണുകയുണ്ടായി. എന്റെ പൊന്ന് ആ കമന്റ് എന്റെ പൊന്ന് ചേട്ടാ, ഇത്രയ്ക്ക് എന്താ ചേട്ടനെയൊക്കെ പറയണ്ടേ. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഇവനും ഈ കിട്ടുന്ന അടി കിട്ടിയ, അതായത് നമ്മുടെ വിക്ടിമിന് 2 അടി കിട്ടേണ്ട കാര്യമുണ്ട്, അവൻ വിളിച്ചിട്ടല്ല അവള് വിളിച്ചിട്ടല്ലേ അവൻ വന്ന, അല്ലെങ്കിൽ ഇവൻ ഈ ഉദ്ദേശത്തോടെ അല്ലേ അവിടെ പോയെന്നൊക്കെ. അതൊക്കെ എന്ത് ന്യായമാണ്? ആഫ്റ്റർ ഓൾ അവനവിടെ പോയിട്ട് ഈ പരിപാടിക്ക് ഇപ്പം ഒരാളെ ഒരു പ്രേമിച്ചോണ്ടിരിക്കുക കാണണോന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്യില്ല. അത് വേറൊരു ഉദ്ദേശത്തിൽ കൂടെ തന്നെ നിങ്ങൾ എന്തിനീ കാണുന്നേ? അതായത് എല്ലാം അവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഇവൾ ഇത്ര വലിയ തിണ്ടിത്തരം കാണിച്ചൊരു കുഴപ്പമില്ല. അത് ഈ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആൾക്കാർ എന്തായാലും വരും ദിവസങ്ങളിൽ ഇവരുടെ കൂട്ടത്തിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ എന്തായാലും പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും കൊള്ളാം, നീതി കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്ത് നീതി? നീതി ഒരു പിഞ്ചു കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കൊന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു സംഭവം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഇതാണ്, ഏറ്റവും വലിയ ഗുണം അതാണ്. എന്ത് വലിയ ക്രൈം ചെയ്താൽ നിങ്ങൾ പേടിക്കണ്ട, പോലീസ് പിടിക്കും. ഇവരുടെ കൂടെ ഞാൻ ഏഷ്യൻ ന്യൂസ് ഏത് ന്യൂസിൽ കണ്ടു, അത് പോലീസിൻ്റെ കൂടെ ഇവൻ ഈ ഒരുത്തൻ ഇങ്ങനെ നടുവിരൽ നമസ്കാരമൊക്കെ കാണിച്ച് കയറിപ്പോവും. എന്നിട്ട് വേറെ ഒരുത്തൻ പോലീസായിട്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, പോലീസും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി. ആ പുള്ളി അവനെ കളിയാക്കി ചിരിച്ചാണോ എന്നൊന്നും എനിക്കത് എന്ത് അവസ്ഥയാണ്. ഇമാതിരി ഒരു ആഫ്റ്റർ ഒരുത്തനെ അടിച്ച് ഞുറുക്കിയിട്ടിട്ട് അവന്മാരെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ. എന്താണെന്നറിയാം, ഇവനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ കുറേ അമ്മമാർ വരും. അതാണ് ഈ ഇടയ്ക്ക് ഒരു പെണ്ണെ കയറി പിടിച്ചിട്ട് എൻ്റെ പേര് ഞാൻ മറന്നു പോയല്ലോ, അവൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അവൻ ജയിലിൽ നിന്ന് ഇറക്കി അവനെ പൂമാലിട്ട് സ്വീകരിച്ചവന്മാർ വരെ ഈ നാട്ടിലുണ്ട്. അവന്മാരൊക്കെ എന്നാ പറയാൻ, സ്വന്തം വീട്ടിൽ ഇതുണ്ടായാലും അവന്മാരൊക്കെ പൂമാലിട്ട് പൊക്കിക്കൊണ്ട് നടക്കുമായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ ഒരു ക്രൈം ചെയ്താൽ എനിക്കൊരു കുഴപ്പമില്ലടാ, ഞാൻ ക്രൈം ഇനിയും ചെയ്യും, നീ ധൈര്യം ഉണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തെ ചിരി അതാണ്. നീ ധൈര്യം ഉണ്ടായി പിടിച്ചിടാ, ധൈര്യം ഉണ്ടോ എന്നുള്ള ചോദ്യം അവൻ്റെ മുഖത്തെ ചിരിയാണ്. ഇതൊരു പിക്നിക്കിന് വന്നൊരു ഫീലാണ്. എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് അതാണ് എനിക്ക് ചോര കളിച്ചു. എന്തൊരാൾ പോലീസുകാരൊക്കെ എന്തിനാ നോക്കിയെന്ന് വെച്ചാൽ എപ്പോൾ ഒറ്റ എണ്ണം കൊടുക്കണം. പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പോലീസുകാർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഉടനെ ഹ്യൂമൻ റൈറ്റ്സ് വരും. അവനെ സപ്പോർട്ട് ചെയ്യൂ, അവന് ശരീരം നൊന്തോ, അവന് വയ്യേ, അവനതാണ്, അവനൊരു സാധാരണ മനുഷ്യനാണ്.
അതാ പറഞ്ഞ ഈ അറബി നാട്ടിലൊക്കെ ഉള്ള നിയമം തന്നെ തല വെട്ടിക്കളയണ. അതായത് എന്ത് ചെയ്തവനാണ് നാട്ടുകാർക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതാണ് എന്ത് കുറ്റം. നാട്ടുകാർ തേങ്ങ ഇട്ട് കൊടുത്തു. അതൊരു പാവപ്പെട്ടവനായിക്കോട്ടെ, ഒന്നും ഇല്ലാത്തൊരു പാവപ്പെട്ട വല്ല ഒരു ഇപ്പൊ ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന വരെ അവന്മാർ കേസ് എടുത്തോണ്ട് പോകും. അത് ഒരുത്തന്നെ കാശുള്ളവനൊരു നീതി, കാശില്ലാത്തവനൊരു നീതി. ഇത് എന്ത് സിസ്റ്റമാണ് അറിയാമല്ലോ. വലിയ ഡെമോക്രാറ്റിക് രാജ്യം, തേങ്ങ മാങ്ങിയ മറ്റേ മറിച്ച് പിന്നെ ഡിജിറ്റൽ ഇന്ത്യ കോപ്പ് എന്നൊക്കെ പറയും. എന്നിട്ട് കാണിച്ചു കൂട്ടുന്ന എന്ത് ഇതൊക്കെയോ പറഞ്ഞിട്ട് കാര്യമില്ല. സാധാരണക്കാരെ ഇപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് വട്ട് കെട്ടും, ഒന്നും ചെയ്തില്ല. പക്ഷേ ഇച്ച കാശുള്ളവനാണെങ്കിൽ ഇച്ച പിടിപാടുള്ളവനാ ഒരു കുറ്റം ചെയ്തിട്ട് കൊന്നെന്ന് പറഞ്ഞാൽ പോലും ഈ രാജ്യത്ത് ഒരു തേങ്ങ സംഭവിക്കാൻ പോകുന്നില്ല. അവന് വധശിക്ഷ വിധിച്ചപ്പോഴോ മേൽക്കോടതി പോയാണെങ്കിൽ പോലും ഇവിടുന്ന് പൂട്ടുപോലെ ഊരി വരും. അതാണ് നമ്മുടെ നാട്. ഓരോ നോർത്തിലൊക്കെ എന്തോരോ പ്രശ്നങ്ങളുള്ളത്. എവിടെ ഏതെങ്കിലും ഒരു പാർട്ടി സപ്പോർട്ടാണോ, പാർട്ടി അനുകൂലിയാണോ, ഇതൊക്കെ ആണെങ്കിൽ എന്താ പരിപാടി? ഓക്കെ, അവനെ രക്ഷപ്പെട്ടു, അവനെ ഊരിക്കൊണ്ട് പോകും. അവനാ ധൈര്യമുള്ളൂ. ഒരുത്തരെ കൊന്നു കഴിഞ്ഞാൽ അവന് കൊല്ലുമ്പോൾ അവൻ്റെ ഒറ്റ ഇതുള്ളൂ, അവനെ തീർത്തു. എനിക്ക് എന്നെ പേടിക്കാനേ, എൻ്റെ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ എൻ്റെ പുറയിലുള്ളവൻ എന്നെ പൊട്ടുപോലെ ഊരുമെന്ന് ഈ രാജ്യത്ത് ഇതുണ്ട്. അവന് വിശ്വാസമുണ്ട് ഈ രാജ്യത്തൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇത് മാറാൻ പോകുന്നു. ഓരോ വർഷം തോന്നുന്നു ഇവിടുത്തെ ക്രൈമും കുന്തവും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയല്ല, ഒരു മാറ്റവും ഇല്ല. ഏത് പാർട്ടി മാറി വരിച്ചെന്ന് പറഞ്ഞാലും ഒരു കാര്യം ഇവിടെ എനിക്ക് തോന്നിയിട്ടില്ല. കൂടിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പം ആരോ കണ്ടൊക്കെ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളിതങ്ങ് പോകില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമ്മുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നി ഈ വീഡിയോ കണ്ടപ്പോൾ. ഇങ്ങനെ അവന്റെ മുഖം ഇപ്പോഴും എനിക്ക് മനസ്സിലുണ്ട്. നമ്മള് ഇങ്ങനെ ഈ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനും ചെയ്യണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ കണ്ടന്റുകൾ വന്നുകൊണ്ടേ ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്യാതിരിക്കാനൊന്നുമില്ല. കാരണം ഓരോരുത്തരുടെ അറ്റ്ലീസ്റ്റ് നമുക്ക് പ്രതികരിക്കാനെങ്കിലും പറ്റുമെങ്കിൽ അതെങ്കിലും ചെയ്യണം. കാരണം അതുപോലും ചെയ്യാതെ ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതിപ്പോൾ വേറെ സംബന്ധിച്ച് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ പടത്തിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതും അറിയാലോ, ഡബിൾ നിയമം. അത് വേറെ കോമഡി. അത് കേന്ദ്രത്തിന്റെ നിയമം, സർക്കാരിന് മറ്റൊരു നിയമം എന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഏതായാലും അതിന് ചർച്ചയും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക, സ്റ്റേ ചെയ്യുന്നതും പരിപാടിയൊക്കെ അതിലേക്ക് പോകാം. ഏതായാലും ഇങ്ങനത്തെ ഒരു ഭാഗത്താണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പുളകിതം കൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം. അതുകൊണ്ട് പറയാതിരിക്കാൻ വയ്യ. ഇനി ഇതൊക്കെ തിരുത്തി ഒരു കുറ്റം ചെയ്യുന്നതിനൊരു ഇത് ചെയ്ത് കഴിയുമ്പോൾ അവന് പേടി പറയും, അയ്യോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ശിക്ഷ, അല്ലെങ്കിൽ എനിക്ക് ഈവൻ നമ്മുടെ സിസ്റ്റം ഈവൻ ജയിലിൽ വിടുന്ന പോലെ ഒരു ശിക്ഷയായിട്ട് കൂട്ടാൻ പറ്റില്ല. എന്താണ് ഇത്ര വർഷത്തേക്ക് അവൻ്റെ ആ സ്വഭാവം മാറ്റി അവൻ നന്നായി വരണമെന്ന് ചിന്തിക്കുന്ന സിസ്റ്റമാണ് ഈ ജയിൽ കോൺസെപ്റ്റ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെയൊക്കെ തല വെട്ടിക്കളയാനേ പറഞ്ഞു. അല്ലെ വേറെ വെട്ടിക്കളേണ്ട വേറെ പല സാധനങ്ങളുണ്ട്, അങ്ങ് വെട്ടിക്കളി. അല്ല, ഈ നാട് നന്നാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടപ്പോൾ പറയണമെന്ന് തോന്നി. ഇതുപോലത്തെ കാര്യങ്ങൾ ഇനിയും വരും. എന്തായാലും നമ്മുടെ നാടാണ്, നമ്മുടെ നാടാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ. അപ്പൊ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.